സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുമൊക്കെ എല്ലാ വകുപ്പിൻ്റെയും ഒരു ഏകോപനം തന്നെയായിരുന്നു ഈ വർഷത്തെ പൊങ്കാല എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സമാപ്തിയിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മണിക്ക് ശേഷം, അതായത് വൈകുന്നേരത്തോടു കൂടി ശുചീകരണം മുഴുവൻ തന്നെ പൂർണ്ണ തോതിൽ തന്നെ നഗരം പഴയപടിയാക്കാനുള്ള എല്ലാ പ്രവർത്തനം ആരംഭിക്കും എന്ന് തന്നെയാണ് മേയറും സൂചിപ്പിച്ചത്. നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, കോർപ്പറേഷൻ ജീവനക്കാർ അവരുടെ ജോലി ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ചൂട് ആയതിനാൽ തന്നെ ഈ കുറച്ച് സമയം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തനം ഉണ്ടാവുക, അല്ലെങ്കിൽ ശുചീകരണ പ്രവൃത്തി നടക്കുക. ശേഷം 3 മണിക്ക് ശേഷം ഇത്തരത്തിൽ പ്രവർത്തനം പൂർണ്ണമായും നഗരവീഥിയിൽ ഉൾപ്പെടെയുള്ള ഇത്തരത്തിൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യങ്ങൾ പാടെ മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ആതിര. ശരി, എന്തായാലും നഗരത്തെ ശുചിയാക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനാണ് നേരത്തെ മാധ്യമങ്ങളെ കണ്ടത്. ഇത്തരത്തിൽ 3 മണിക്ക് ശേഷമായിരിക്കും സമഗ്രമായിട്ടുള്ള ഒരു വൃത്തിയാക്കൽ, ഒരു ശുചീകരണ പ്രവർത്തനത്തിലേക്ക് കടക്കുക. കാരണം കടുത്ത ചൂടാണ്. ആ ഒരു ചൂടിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് ഭക്തർ മടങ്ങുന്നു. ഇന്ന് രാത്രിയോടെ തന്നെ നഗരത്തെ ശുചിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ്, ഒരു നടപടിക്രമങ്ങളിലേക്കാണ് നഗരസഭ കടക്കുന്നത്.